തൃശ്ശൂർ പോവാണ് കേട്ടോ. ബസ്സിലാണ് പോണത്. അമലുവിന് ഡ്രസ്സ് എടുക്കണം. അപ്പോൾ അമല് സ്കൂളിൽ നിന്ന് ബസ്സിൽ ഇവിടെ വന്നിറങ്ങുമ്പോൾ അവനെടുത്ത് അങ്ങനെ പോവാന്ന് വിചാരിക്കണേ. വീട്ടിലേക്ക് കയറ്റാൻ എന്താ പിന്നെ നേരം വൈകിയാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ശരി കേട്ടോ. വേഗം വന്നോളൂട്ടാ. ആ വരുന്നുണ്ട്. കുട്ടികൾക്ക് പരീക്ഷയാണ്, പഠിപ്പിക്കണം കുട്ടികളെ. ആ വരുന്നുണ്ട്, വേഗം വരാം. ശരി ശരി. അപ്പൊ ടാറ്റ. അമല് ഇവിടെ വന്നിറങ്ങുവോ? ആ അമല് ഇവിടെ വരും. ആ അമല അവിടെ ഇറങ്ങുമ്പോ അങ്ങനെ വേറെ ബസ്സിൽ കയറി പോവും. ആ ശരി. ആ ആ ഓക്കെ ഓക്കെ. അപ്പൊ ശരി, ഞാനങ്ങനെ ദേ പോവാണ് കേട്ടാ. അപ്പൊ മോന്റെ ബസ് ദേ വരാറായി. അപ്പൊക്ക് ഞാൻ വേഗം അങ്ങോട്ട് നടക്കണ്ട് കേട്ടാ. പോണ വഴിക്ക് ഒരു മയില് ഗൈസ്, അത് പറന്ന് അപ്പുറത്തെ പറമ്പിലേക്ക് പോയി. ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടില്ല കേട്ടോ. നമ്മളിപ്പോ എത്തും. ബസ് വരുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇപ്പൊ വന്ന് ഇറങ്ങും. ഇതെന്താ അവിടെ നിന്ന് വരുന്നേ? എന്താന്ന്? വണ്ടി നിർത്താണ്ട് അവിടെ കൊണ്ടുപോയി നിർത്തി ഗൈസ്. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറിയിട്ട ഗൈസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പൂങ്കുന്നത്ത് എത്തിക്കഴിഞ്ഞാൽ പ്രശേട്ടൻ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പ്രശേട്ടൻ അവിടെ വണ്ടി ശരിയാക്കാനായിട്ട് തൃശ്ശൂരുണ്ട്. ഞങ്ങൾ ശോഭ സിറ്റി എത്തിയിട്ടുള്ള കേട്ടോ ഗൈസ്. ഇന്ന് കട്ട ബ്ലോക്കാണ്. ഞങ്ങൾ പ്രേക്ഷകനെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ് കേട്ടോ. ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രേക്ഷകൻ അവിടെ വന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് വിളിക്കാട്ടോ. അമലു, നമ്മളെ എവിടേക്കാ പോണെന്ന് നിനക്കറിയോ? ഇല്ല. എവിടേക്കാന്നറിയോ? സൈനപ്പിലേക്കാ നമ്മൾ പോണത്. നിനക്ക് ഡ്രസ് എടുക്കാൻ പോവാ. പിന്നെ എന്തിനാ എന്നെ കൊണ്ടുവരുന്നില്ല എന്ന് പറഞ്ഞ്? അത് ഞാൻ നിന്നെ കാത്തുണ്ടാ അവിടെ. നിന്നോട് പറഞ്ഞതാ. അത് ആരാധ്യോട് പറഞ്ഞപ്പോഴേക്കും മനസ്സിലായി. ആരാധ്യോട് പറയണ കാര്യം നിനക്ക് മനസ്സിലായില്ല? ഇല്ല. അങ്ങനെ സൈനപ്പിലേക്ക് പോവാ. സൈനപ്പ് പ്രേക്ഷകന് അറിയില്ല. ഞാൻ മുമ്പത്തെ ഒരു വ്ളോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. സൈനപ്പിൽ ഉണ്ണൂട്ടനൊക്കെ ആയിട്ട് പോയത്. അപ്പൊ അവിടെ പോയിട്ട് എടുക്കാന്ന് വിചാരിക്കുന്നത്. അപ്പൊ ശക്തൻ കഴിഞ്ഞ് നമ്മുടെ എജു മാർട്ടിന്റെ ഒക്കെ അപ്പുറത്താണ് സൈനപ്പ് വരുന്നത്. എജു മാർട്ടില്ലേ? ശക്തൻ കഴിഞ്ഞിട്ടില്ല എജു മാർട്ട് നമ്മൾ നാളെ പോയില്ലേ കുട്ടികളുടെ സ്കൂളിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിട്ട്. ആ ഭാഗത്തുള്ളു. അത് കഴിഞ്ഞിട്ട് ഒരു 100 മീറ്റർ. ബസ്സിൽ വരുമ്പോ ഇനി പൊന്നിസ് ഉള്ളിൽ കേറിയിരുന്നോളൂട്ടാ. പുറത്ത് ഇങ്ങനെ നിക്കട്ടെ. എത്ര ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും പറയാൻ പറ്റില്ല കേട്ടോ. എന്താ ശരിയല്ലേ? അത് ആ ഫ്രണ്ടിൽ അത് ആ കമ്പി പിടിച്ചിട്ടാ നിക്കണത്. വാൻ ഞങ്ങളങ്ങനെ ആകാശപാതയുടെ താഴത്തുകൂടിയാട്ടാ പോണത്. അപ്പൊ അടുത്ത റൗണ്ട് പോട്ട് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സൈനപ്പ് ഉള്ളത്. അപ്പൊ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്തിയിട്ടില്ല. അമലുട്ടനെ നല്ല വിശക്കുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ സൈനപ്പൊക്കെ എത്തിയിട്ടാ. ഇതിന്റെ ഉള്ളിൽ തന്നെ പാർക്കിംഗ് ഉണ്ട്. അമലയെ ട്രൈ ചെയ്യാൻ പോയതാട്ടോ. അത് ഇപ്പൊ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. ചേട്ടൻ ബില്ല് പേ ചെയ്യാൻ നിൽക്കാണ് കേട്ടോ. ഞങ്ങളെ എടുത്തിട്ട് ഇറങ്ങണം കേട്ടോ. എല്ലാവർക്കും എടുത്തൊക്കെ വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. നല്ല മഴ കേട്ടോ ഗൈസ്. അപ്പൊ ഇപ്പൊ ചെറിയൊരു തുറച്ചുണ്ട്. ഞങ്ങൾ കൊടയൊന്നും എടുത്തുന്നാലും വേണ്ട തുറക്കാം. അങ്ങനെ ഞാൻ ഈ വണ്ടിയിലേക്ക് കയറട്ടെ കേട്ടോ. അപ്പൊ 2 പാൻറ്റും 2 ബനിയനും ഒരു ടീഷർട്ടും ഒരു ഷർട്ടുമാണ് ഇട്ട് എടുത്തത്. പിന്നെ എൻ്റെ മാമനും അമ്മായിയുടെയും ഒരു ഫംഗ്ഷൻ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞങ്ങൾക്കൊന്നും പോകാനൊന്നും പറ്റില്ല. ഞങ്ങൾക്ക് വേറൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകാൻ പറ്റാത്തതിന് നാളെ അവിടേക്ക് എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് ക്ഷണിച്ചിട്ട് ഇപ്പോൾ 2-3 മാസമായിട്ടാണ്. അപ്പോൾ അവിടെ എൻ്റെ മാമൻ്റെ മോൻ ഗൾഫിൽ നിന്ന് വന്ന കാരണം അപ്പോൾ അവിടെ ഒരു ഫംഗ്ഷൻ വെറുതെ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാനുള്ളൊരു ചെറുതായിട്ടൊരു ഗെറ്റ് ടുഗദർ പോലെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ പോകുമ്പോൾ അന്ന് ഞാൻ പോകാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ അവർക്ക് 2 പേർക്കും ഓരോ ചെറിയ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അമലുട്ടിന് വിശക്കുണ്ട് പറഞ്ഞു തുടങ്ങി കുറേ നേരമായി കഴിച്ചു. അപ്പോൾ ഇപ്പോൾ നെഹദിയിൽ വന്നെടുക്കുക കുഴിമന്തി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്.
അപ്പോൾ അവനത് മതി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ ക്യൂ ഒന്നും കാണാനില്ല, അല്ലെങ്കിൽ അവിടെ ക്യൂ ഒക്കെ ഉണ്ടാവും. ഇന്ന് അവിടെ ക്യൂ ഒന്നും കാണാനില്ല. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ. ഇതുവരെ ഫുഡ് കിട്ടിയിട്ടില്ല. ഷവായി ഓർഡർ ചെയ്യാനാണ് വിചാരിച്ചത്. എന്താ ഷവായി മതിയോ? എന്താ വേണ്ട? അമല് വിശന്നിട്ട് മൈനോയ്സൊക്കെ നക്കി കഴിക്കേണ്ടിട്ട ഗൈസ്. ആരാധിക്ക അയച്ചാലോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഗൈസ്. അവിടെ നിന്ന് ഒരു ഗാവ എന്ന് പറയണ ഒരു ടീ കിട്ടിയിട്ടുണ്ട്. അപ്പം അത് കാറിൽ നിന്ന് കുടിക്കുക. ചെറിയ അത്ര ചൂടില്ല, ചെറിയൊരു ഇത് കറുവപ്പട്ടയൊക്കെ ഇട്ടുള്ള ഒരു ടീ ആട്ടോ. സൂപ്പറാ. അങ്ങനെ നെസ്റ്റോയിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. നെസ്റ്റോന്ന് ഒരു സോപ്പിന്റെ ലിക്വിഡ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വാങ്ങിക്കാനെ വായ എല്ലാവർക്കും ഇറങ്ങാം. അപ്പൊ അത് വാങ്ങിക്കാൻ പോവാട്ടോ. ചേട്ടൻ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് വരാൻ പോവാട്ടോ. അപ്പൊ ഞങ്ങള് വേഗം പോവാണ് കേട്ടോ. ഞങ്ങളുടെ ഈ ഡിറ്റർജന്റ് ആട്ടോ എടുക്കാറ്. അപ്പോൾ അതൊരെണ്ണം എടുക്കുന്നുണ്ട്. മാവ് എടുക്കാൻ വന്നോട്ടോ. സുപ്രഭാതത്തിന്റെ മാവാണ് ഞങ്ങൾ എടുക്കുക. നല്ല മാവാട്ടോ. അപ്പൊ അത് എടുക്കണം. അപ്പൊ നമ്മൾ സൈനപ്പിന്ന് വാങ്ങിച്ച സാധനങ്ങളാണ് നമ്മുടെ അമ്മലുട്ടന് വാങ്ങിച്ചതൊക്കെയാണ് കേട്ടോ. അപ്പൊ അതൊന്ന് കാണിച്ചു തരാം. 2 പാന്റാണ് എടുത്തത്. അതിലത്തെ ഒരു പാന്റാണ് ഇത്. ഇതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. നല്ല കളറല്ലേ? സൂപ്പർ. ഇതന്നെ ഈ ടൈപ്പിൽ തന്നെ ഇത് നല്ല ഓഫറുണ്ടായിരുന്നു. പാന്റിന് ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ 2 എണ്ണം 950 ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ഇതൊരു പാന്റ് കേട്ടോ. ഈ കളർ. ഇതിന്റെ തന്നെ വേറൊരു കളറ് ബ്ലൂ. ഇത് നല്ല തന്നെയായിരുന്നു. ഇതും നല്ല രസമുള്ളതായിരുന്നു. നല്ല ഭംഗിയുണ്ട്. സൂപ്പറായിട്ടില്ല. 2 എണ്ണം 950. അവിടെ പാന്റിന് ടീഷർട്ടിനൊന്നും അങ്ങനെ അത്ര അങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇതൊരു ടീഷർട്ട് നല്ല ടീഷർട്ട്. നല്ല അതിപ്പോ ഫ്രീ സൈസ് അല്ല ഇപ്പോ. ഇത് നല്ല ഭംഗിയുണ്ട്. പീച്ച് കളറായിട്ട് നല്ല ഭംഗിയുണ്ട്. അതിട്ടപ്പോ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങക്ക് 3 ആൾക്ക് ഈ ഒരു ബനിയനിൽ കയറാന്നാണ് അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പൊ ഒക്കെ ഫ്രീ സൈസ് അല്ലേ. കുട്ടികൾക്കൊക്കെ ഇപ്പൊ ടൈറ്റ് ഉള്ളൊന്നും വേണ്ട. അത് പിന്നെ ഒരു ഷർട്ടാണ് ഇട്ടെടുത്തത്. പ്രത്യേക നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് പ്രത്യേക നല്ല വൈറ്റും അല്ല, ഒരു പ്രത്യേക തരം നല്ല ഭംഗിയുള്ള ഒരു കളറായിരുന്നു കേട്ടോ. ഇതിന് 500 രൂപയായിരുന്നു കേട്ടോ ഗൈസ്. 500 രൂപയായിരുന്നു ഇതിന്. നല്ല തന്നെയായിരുന്നു കേട്ടോ. അമലിട്ടപ്പോഴും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഒരു ഷർട്ടും ഒരു ടീഷർട്ടും 2 പാൻസും കേട്ടോ ഇന്ന് എടുത്തത്. അപ്പോ ശരി ഗൈസ്. ഇത് അമലോട്ട് ഇട്ട് നോക്കിയതാണ് കേട്ടോ ഗൈസ്. ഇട്ട് നോക്കിയപ്പോഴും നല്ല രസമുണ്ട്. നല്ല ഭംഗിയില്ലേ? നല്ല രസമുണ്ട്. നല്ല പീച്ച് കളറായിട്ട് ഇത് രണ്ടും കൂടി ആകുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അടുത്തത് ഇതാണ് കേട്ടോ. ഇത് സൂപ്പറായിട്ടുണ്ട്. എല്ലാ ഡ്രസ്സിലും ആള് വട്ടം തിരിഞ്ഞ് കാണിച്ചു തരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഓക്കെ ഗൈസ്, ഗുഡ് നൈറ്റ്. ഞങ്ങൾ കിടന്നുറങ്ങാൻ പോവാട്ടാ.